ഒരു അക്കൗണ്ടൻറ്റ് ഇൻ്റർവ്യൂവിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മുടെ കമ്പനിയിലെ എംപ്ലോയിയുടെ പേര് അനിൽ എന്നാണ്. ഇയാൾക്ക് നമ്മൾ കൊടുക്കുന്ന സാലറി 10,000 രൂപയാണ്. എല്ലാ മാസവും 5-ാം തീയതി നമ്മൾ എന്ത് കൊടുക്കും? സാലറി കൊടുക്കാറുണ്ട്. ജനുവരി 5-ന് കൊടുക്കുന്നു, പിന്നീട് ഫെബ്രുവരി 5, മാർച്ച് 5, അങ്ങനെ എല്ലാ മാസവും 5-ാം തീയതി നമ്മൾ സാലറി കൊടുക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ജനുവരി 5-ാം തീയതി നമ്മൾ സാലറി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ജനുവരി 14-ാം തീയതി ആ മാസം തന്നെ അയാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്ത് ചോദിച്ചു? അഡ്വാൻസ്, അതായത് ഫെബ്രുവരിയിലത്തെ സാലറിയിൽ നിന്നും ഒരു 5,000 രൂപ അഡ്വാൻസ് ചോദിച്ചു. നമ്മളത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? അതേപോലെ തന്നെ ഇനി ഫെബ്രുവരിയിൽ നമ്മൾ സാലറി കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി നമ്മൾ ജനുവരി 5-ലത്തേതാണ് നമ്മൾ ചെയ്യുന്നത്. ജനുവരി 5-ന് നമ്മൾ സാലറി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. 10,000 നമ്മൾ കാണിച്ചു. പിന്നീട് ജനുവരി 14-ാം തീയതി നമ്മൾ സാലറി അഡ്വാൻസ് ആയിട്ട് എത്ര കൊടുത്തു? 5,000 രൂപ നമ്മൾ അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ അഡ്വാൻസ് സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ അഡ്വാൻസ് കൊടുത്താൽ നമ്മൾ വ്യക്തമായിട്ടൊരു വീഡിയോയിൽ പഠിച്ചു. അഡ്വാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇതൊരു പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഒരു അസറ്റാണ്. ഇവിടെ അസറ്റ് ഇൻക്രീസ് ആവുന്നു. ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അതുകൊണ്ട് അഡ്വാൻസ് സാലറി കൊടുത്തതായിട്ട് കാണിച്ചു 5,000, ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്, അതുകൊണ്ട് ക്യാഷ് കാണിച്ചു, അതിനെ ക്രെഡിറ്റ് ചെയ്തു 5,000. ഇനി ഫെബ്രുവരി 5-ാം തീയതി നമ്മൾ എത്ര കൊടുത്താൽ മതി? 5,000 രൂപ കൊടുത്താൽ മതി. കാരണം ബാക്കി 5,000 രൂപ കഴിഞ്ഞ മാസം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സാലറി എന്ന് പറയുന്ന അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അവിടെ 5,000 കാണിച്ചാൽ അത് വലിയ ഒരു മിസ്റ്റേക്കാണ്. കാരണം ഇയാൾക്കുള്ള സാലറി എല്ലാ മാസവും എത്രയാണ്? 10,000 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്ര തന്നെ കാണിക്കണം? സാലറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ 10,000 തന്നെ കാണിക്കണം. എന്നിട്ട് ക്യാഷായിട്ട് നമ്മൾ എത്ര കൊടുത്തു? 5,000 കൊടുത്തു. സാലറി അഡ്വാൻസ് ആയിട്ട് എത്ര കൊടുത്തു? 5,000 കൊടുത്തു. അതിന് വേണ്ടിയിട്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്ത് 5,000 കാണിച്ചു. അഡ്വാൻസ് സാലറി അഡ്വാൻസ് സാലറി എന്ന് കാണിച്ച് അതിനെ ക്രെഡിറ്റ് ചെയ്ത് 5,000 കാണിച്ചു. ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് എടുത്ത് നോക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ ഫൈനൽ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ സാലറി എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെൻസ് വരും. അതിലെത്രയായിരിക്കും കാണിക്കുന്നത്? 20,000 ആയിരിക്കും കാണിക്കുന്നത്. കാരണം ജനുവരിയിലെത്തത് 10,000, ഫെബ്രുവരിയിലെത്തത് എത്ര? 10,000. അങ്ങനെ 20,000 ആയിരിക്കും സാലറി ആയിട്ട് വരുന്നത്. അഡ്വാൻസ് കൊടുത്തത് എന്തായി പോവും? ബാലൻസ് ആയിട്ട് പോവും.